അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1455 സൂറത്തുൻ നഹൽ 51 മുതൽ 55 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقال الله لا تتخذوا إلهين اثنين إنما هو إله واحد فإياي فارهبون وله ما في السماوات والأرض وله الدين واصبا أفغير الله تتقون وما بكم من نعمة فمن الله ثم إذا مسكم الضر فإليه تجأرون ثم إذا كشف الضر عنكم إذا فريق منكم بربهم يشركون ليكفروا بما آتيناهم فتمتعوا فسوف تعلمون. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. وقال الله പറഞ്ഞിരിക്കുന്നു لا تتخذوا إلهين اثنين, നിങ്ങൾ രണ്ട് ആരാധ്യന്മാരെ ഉണ്ടാക്കരുത് എന്ന്. ഇന്നമാ ഹുവ ഇലാഹുൻ വാഹിദുൻ, നിശ്ചയം അവൻ ഏകനായ ആരാധ്യനാകുന്നു. ഒറ്റ ആരാധ്യനേ ഉള്ളൂ, അത് അള്ളാഹുവാണ്. അത് നിങ്ങൾ രണ്ടാക്കരുത്. രണ്ടാക്കരുത് പറഞ്ഞാൽ മൂന്നോ നാലോ ആക്കാന്നല്ല, രണ്ടെണ്ണം ആക്കാൻ പാടില്ലെങ്കിൽ മൂന്നും നാലും എന്തായാലും ആക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഇന്നമാഹു ഇലാഹു വാഹിദ്, അവൻ ഒറ്റ ആരാധ്യനാകുന്നു. ഒറ്റ ആരാധ്യൻ മാത്രമാണ് അല്ലാഹു തആല. ഫഇയ്യായ ഫർഹബൂൻ, അതിനാൽ നിങ്ങൾ എന്നെ ഭയപ്പെടുക. വലഹു മാഫിസ് സമാവാതി വൽ അർളി, ആകാശഭൂമികളിലുള്ളതെല്ലാം അള്ളാഹുവിന് അവകാശപ്പെട്ടതാണ്. വലഹുദ്ദീനു വാസിബ, എല്ലാ സമയത്തും അനുസരണം അള്ളാഹുവിന് അവകാശപ്പെട്ടതാകുന്നു. അഫഗൈറല്ലാഹി തത്തഖൂൻ, അപ്പോൾ അള്ളാഹു അല്ലാത്തവരെ നിങ്ങൾ ഭയപ്പെടുകയാണോ? അത് ശരിയല്ല എന്നർത്ഥം. ഒമാ ബിക്കും മിൻ നിഅമത്തിൻ, നിങ്ങളിലുള്ള എന്തൊരനുഗ്രഹവും ഫമിൻ അല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ളതാകുന്നു. ഏത് അനുഗ്രഹം നിങ്ങൾക്ക് ലഭിച്ചാലും അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. സുമ്മൈദാ മസ്സക്കുമുൻ നുറു, പിന്നീട് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് ബാധിച്ചാൽ ഫൈലൈഹി തജഅറൂൻ, നിങ്ങൾ ആ അള്ളാഹുവിലേക്ക് തന്നെയാണ് അവലംബിക്കുന്നത്, അഭയം തേടുന്നതും. സുമ്മൈദാ കശഫൽ നുറ അൻകും, എന്നിട്ട് നിങ്ങളെ തൊട്ട് ആ ബുദ്ധിമുട്ടിനെ അള്ളാഹു നീക്കി തന്നാൽ ഇദാ ഫരീഖും മിൻകും, അപ്പോൾ നിങ്ങളിലൊരു വിഭാഗം ബി റബ്ബിഹിം, അവരുടെ നാഥനെ കൊണ്ട് യുശ്രിക്കൂൻ, അവർ പങ്കു ചേർക്കുന്നു. ആരാധന വിഷമത്തിന്റെ ഘട്ടത്തിൽ അള്ളാഹുവിനെ ആത്മാർത്ഥമായിട്ട് വിളിക്കുന്നവർക്ക് ആ വിഷമത്തിൽ നിന്നു രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് അവരുടെ കുലദൈവങ്ങളെ കൂടി ആരാധിക്കുന്ന ശൈലി അവർ സ്വീകരിക്കുന്നു എന്നർത്ഥം. ലിയക്ഫുറൂ ബിമാ ആതൈനാഹും, നാം അവർക്ക് നൽകിയതിനെ നിഷേധിക്കുന്നതിനു വേണ്ടി. ഫതമത്തഉ, അതുകൊണ്ട് നിങ്ങൾ ഈ ഭൗതിക ജീവിതത്തിൽ ചില അള്ളാഹു നൽകിയ ചില സുഖങ്ങൾ ആസ്വദിക്കുക. ഫസൗഫ തഅലമൂൻ, ഇതേ കണ്ടീഷനിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിന്റെ അവസാനം എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾ അറിയുക തന്നെ ചെയ്യും എന്ന് താക്കീദിന്റെ സ്വരത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞ കുറെ സൂക്തങ്ങളിലൂടെ ആകാശഭൂമികളിലുള്ള, അതേപോലെ ആത്മീയ ലോകത്തും ബാഹ്യലോകത്തുമൊക്കെയുള്ള എല്ലാ സംവിധാനങ്ങളും അത് അള്ളാഹുവിനെ അനുസരിക്കുന്നുണ്ടെന്നും അവന്റെ മഹത്വം അറിഞ്ഞോ അറിയാതെയോ പ്രഖ്യാപിക്കേണ്ടി വരുന്നുണ്ടെന്നും കഴിഞ്ഞ സൂക്തങ്ങളിൽ അള്ളാഹു തആല വിശദീകരിച്ചപ്പോൾ അതിനെ തുടർന്ന് ആ മഹത്വമുള്ള അള്ളാഹുവിനോട് ഏതെങ്കിലും അർത്ഥത്തിൽ മറ്റൊരു വസ്തുവിനെ പങ്കാളിയാക്കുന്നതിനെ വിലക്കുകയാണ് അള്ളാഹു തആല ചെയ്യുന്നത്. വേറൊന്നും നിങ്ങൾ അവനോട് പങ്കാളിയാക്കരുത്. പങ്കാളിയാക്കുമ്പോൾ എന്തുണ്ട്? ഈ അള്ളാഹുവിനുള്ളതുപോലത്തെ എന്തോ ചില ഗുണങ്ങൾ അവരിലുമുണ്ട് എന്നെങ്കിലും സമ്മതിക്കേണ്ടി വരില്ലേ? എന്നാൽ അള്ളാഹുവിനുള്ളതുപോലത്തെ ഒരു ഗുണവും മറ്റൊരാളിലും ഇല്ല. അള്ളാഹുവിന്റെ ഗുണങ്ങളെല്ലാം അവനു മാത്രം അവകാശപ്പെട്ടതാണ്. അതിൽ മറ്റാരെങ്കിലും പങ്കാളിയാകുന്നുണ്ടെങ്കിൽ, കൂറുകാരാകുന്നുണ്ടെങ്കിൽ
മറ്റാർക്കെങ്കിലും ആ കഴിവുകൾ ഷെയർ ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ലോകം ഇന്ന് കാണുന്ന വിധത്തിൽ സ്മൂത്തായി മുന്നോട്ട് പോവില്ല. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ കൃത്യമായി വിശദീകരിക്കുന്നത്. വഖാല അല്ലാഹു പറഞ്ഞിരിക്കുന്നു, ലാ തത്തഖിദു ഇലാഹൈനി ഇസ്നൈനി, നിങ്ങൾ രണ്ട് ആരാധ്യന്മാരെ ഉണ്ടാക്കരുത് എന്ന്. രണ്ട് ആരാധ്യന്മാരെ നിങ്ങൾ ഉണ്ടാക്കരുത്. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തി, യുഖ്ബിറു തആല, അല്ലാഹു പറയുന്നത്, അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ, അവൻ അല്ലാഹു മാത്രമേ ആരാധിക്കപ്പെടാൻ അർഹനായിട്ടുള്ളൂ. വഅന്നഹു ലാ തംബഗിൽ ഇബാദത്തു ഇല്ലാ ലഹു, അല്ലാഹുവിനല്ലാതെ മറ്റൊരാൾക്കും ആരാധിക്കപ്പെടുക എന്ന സംഗതി പറ്റിയതല്ല. വഹ്ദഹു ലാ ശരീക ലഹു, അവൻ ഏകനാണ്, അവനൊരു പങ്കാളികളും ഇല്ല. കാരണം ഫഇന്നഹു മാലികു കുല്ലി ശൈഇൻ വഖാലിഖുഹു വറബ്ബുഹു, അവൻ എല്ലാത്തിന്റെയും ഉടമസ്ഥനാണ്, എല്ലാത്തിനെയും സൃഷ്ടിച്ചവനുമാണ്, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവനുമാണ്. അപ്പൊ എല്ലാ കാര്യങ്ങളുടെയും സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നൊക്കെ പറയുന്ന എല്ലാ സംവിധാനങ്ങളും അള്ളാഹുവിന്റെ മാത്രം അധികാരത്തിലാണ്, അവന്റെ മാത്രം നിയന്ത്രണത്തിലാണ് കാര്യങ്ങളെല്ലാം നടക്കുന്നത്. എല്ലാം സൃഷ്ടിച്ചത് അവനാണ്. ശൂന്യതയിൽ നിന്ന് ഉണ്മയിലേക്ക്, അസ്തിത്വത്തിലേക്ക് എല്ലാവരെയും പടച്ചുകൊണ്ടുവരിക എന്ന ഏറ്റവും വലിയ അനുഗ്രഹം അവനിൽ നിന്നാണ് ഉണ്ടായത്. അതുകൊണ്ട് അവനെ മാത്രമേ നിങ്ങൾ ആരാധ്യനായി കാണാവൂ, മറ്റൊരാൾക്കും മറ്റൊരു ശക്തിക്കും ആരാധന നിങ്ങൾ വകവെച്ചു കൊടുക്കരുത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വിശദീകരിക്കുന്നത്. അതാണ് വഖാല അല്ലാഹു പറഞ്ഞിരിക്കുന്നു, ലാ തത്തഖിദു ഇലാഹൈനി ഇസ്നൈനി, നിങ്ങൾ രണ്ടു ആരാധ്യന്മാരെ ഉണ്ടാക്കരുത്, മറിച്ച് ഇന്നമാ ഹുവ ഇലാഹുൻ വാഹിദ്, നിശ്ചയം അവൻ ഏകനായ ആരാധ്യൻ അവൻ മാത്രമാണ്. അഥവാ ആരാധിക്കപ്പെടാൻ അർഹത എന്ന് പറയുന്ന ആ ഗുണത്തിൽ അള്ളാഹുവിനോട് പങ്കാളിയാവാൻ, പടച്ച തമ്പുരാനിൽ നിന്ന് ഒരു വിഹിതം സ്വീകരിക്കാൻ യോഗ്യരായിട്ടുള്ള ഒരു ശക്തിയും ലോകത്തില്ല തന്നെ. എന്തുകൊണ്ട് ലോകത്തില്ല? അവനാണ് എല്ലാത്തിനെയും പടച്ചിരിക്കുന്നത്, മറ്റൊരാൾക്കും ആ പടക്കുക എന്ന സംഗതിയിൽ പങ്കാളിത്തമില്ല. ശൂന്യതയിൽ നിന്ന് അസ്തിത്വത്തിലേക്ക് വരിക എന്നതല്ലേ ഏതൊരാളെ സംബന്ധിച്ചും അല്ലെങ്കിൽ ഏതൊരു ജീവിയെ സംബന്ധിച്ചും ഒക്കെ, ഒരു വസ്തുവിനെ സംബന്ധിച്ചും ഒക്കെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹം. പിന്നീട് അവൻ എന്തൊക്കെ ലഭിച്ചാലും ആ ലഭിക്കുന്നതിന്റെ എല്ലാം അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് അവന് ഇല്ലായ്മയിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക് വരിക എന്നുള്ളതല്ലേ. അതുകൊണ്ട് തന്നെ പടക്കുക എന്ന ഏറ്റവും വലിയ അനുഗ്രഹം ആരിൽ നിന്നാണോ അത് അള്ളാഹുവിൽ നിന്ന് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ആരാധന ചെയ്യുക എന്ന ഏറ്റവും വലിയ താഴ്മയും അവനോട് മാത്രമേ കാണിക്കാൻ പാടുള്ളൂ എന്നാണ് ഇവിടെ അല്ലാഹു തആല വിശദീകരിക്കുന്നത്. അതാണ് വഖാല അല്ലാഹു പറഞ്ഞിരിക്കുന്നു, ലാ തത്തഖിദു ഇലാഹൈനി ഇസ്നൈനി, നിങ്ങൾ രണ്ട് ആരാധ്യന്മാരെ ഉണ്ടാക്കരുത്. ഇന്നമാ ഹുവ ഇലാഹുൻ വാഹിദുൻ, നിശ്ചയം അവൻ ഏകനായ ആരാധ്യനാകുന്നു. ഫഇയ്യായ ഫർഹബൂൻ, അതിനാൽ നിങ്ങൾ എന്നെ ഭയപ്പെടുക. അഥവാ എന്റെ വിധിവിലക്കുകൾ ശ്രദ്ധിച്ചും എന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചും നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ക്രമീകരിക്കണം. ഒരിക്കലും എന്റെ തീരുമാനത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു സ്വഭാവമോ അല്ലെങ്കിൽ ഞാനല്ലാത്ത ഒരു ശക്തിയെ എന്നോട് തുല്യപ്പെടുത്തുന്ന ഒരു ശൈലിയോ സ്വീകരിക്കാൻ പാടില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ കൃത്യമായി വിശദീകരിച്ചിരിക്കുന്നത്. എന്തിനാണ് ഇപ്പൊ ഇവിടെ രണ്ട് ആരാധ്യന്മാരെ ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹു തആല പറഞ്ഞു, ഇന്നമാ ഹുവ ഇലാഹുൻ വാഹിദുൻ, അവൻ ഏകനായ ആരാധ്യൻ അവൻ മാത്രമാണ് എന്ന് അല്ലാഹു തആല പറയാൻ കാരണം എന്താ? ആരാധ്യൻ അല്ലാഹു മാത്രം എന്ന സംഗതി, ആരാധിക്കപ്പെടാൻ അർഹൻ അല്ലാഹു മാത്രം എന്ന് പറഞ്ഞില്ലെങ്കിൽ, അവൻ ഏകനാണ് എന്ന് പറഞ്ഞില്ലെങ്കിൽ ആരാധിക്കപ്പെടണം എന്ന് മാത്രം മനസ്സിലാക്കുകയും ഒന്നിലധികം ആരാധ്യൻ ഉണ്ടാകുന്നത് പോസിബിൾ ആണ്, അത് കുഴപ്പമില്ല എന്ന ധാരണ വരികയും ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നിലധികം ആരാധ്യന്മാരെ ആക്കരുത്, ഒറ്റ ആരാധ്യനേ ഉള്ളൂ, അത് അല്ലാഹു ആകുന്ന ഞാനാണ് എന്ന് അല്ലാഹു തആല പഠിപ്പിച്ചിട്ടുള്ളത്. എന്താ കാരണം? ലൗകാന ഫീഹിമാ ആലിഹത്തുൻ ഇല്ലല്ലാഹു ലഫസദതാ, വിശുദ്ധ ഖുർആൻ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് കാണാം. ഈ ആകാശ ഭൂമിയിലൊക്കെ അല്ലാഹു അല്ലാത്ത മറ്റൊരു ആരാധ്യനുണ്ടായിരുന്നുവെങ്കിൽ ലോകം നാശത്തിലെത്തിയേനെ, ദുനിയാവും ഭൂമിയും ആകാശവും ഒക്കെ എന്ത് ചെയ്തന്നെ നശിച്ചുപോയേനെ. കാരണം എന്താ? ഒരേ പവറോടുകൂടെ കാര്യങ്ങൾ നിയന്ത്രിക്കാനും അത് തീരുമാനമെടുക്കാനും സാധിക്കുന്ന രണ്ടു വൻശക്തികൾ ഉണ്ടായാൽ ആ വൻശക്തികൾ തമ്മിൽ എന്താവും? ചിലപ്പോ സ്വാഭാവികമായും എതിർപ്പുകൾ ഉണ്ടാകും. ഒരാളുടെ തീരുമാനത്തെ മറ്റേയാൾ ചോദ്യം ചെയ്യും.
അങ്ങനെ ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ ഏതെങ്കിലും ഒരാളത് നടക്കണം, മറ്റയാളത് പരാജയപ്പെടണം. പരാജയപ്പെട്ടാൽ പിന്നെ അയാൾ പടച്ചവനാകാൻ പറ്റൂല, ആരാധ്യനാകാൻ പറ്റൂല. ഇനി രണ്ടാളും കൂടെ സഹകരിച്ച് ചെയ്തിട്ട് കഷ്ടിച്ചിങ്ങനെ മുന്നോട്ട് പോകാന്നാണെങ്കിലോ അവർക്ക് ഒരാൾക്കും പൂർണ്ണമായ ശക്തി ഇല്ലാതെ വരിക. പൂർണ്ണമായ ശക്തി ഇല്ലാത്തവനും ആരാവാൻ പറ്റില്ല, ആരാധ്യനാവാൻ പറ്റില്ല, പടച്ചവനാകാൻ പറ്റില്ല. അതുകൊണ്ട് ആരാധിക്കപ്പെടാൻ അർഹൻ അള്ളാഹു മാത്രമേ ഉള്ളൂ എന്നതാണ് വിഷയത്തിന്റെ ശരിയായ നിലപാട് എന്ന് അള്ളാഹു തആല അറിയിച്ചു. അതുകൊണ്ട് ഫയ്യായ ഫർഹബൂൻ, നിങ്ങൾ എന്നെ മാത്രം ഭയപ്പെടണം, എന്റെ നിർദ്ദേശങ്ങൾ നിങ്ങൾ പാലിക്കണം, എന്റെ ഉപദേശങ്ങൾ നിങ്ങൾ അംഗീകരിക്കണം. ഞാൻ പാടില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ ഒഴിവാക്കണം, ഞാൻ നിർബന്ധമായും ചെയ്യണമെന്ന് പറഞ്ഞ് നിർബന്ധമായി തന്നെ നിങ്ങൾ ചെയ്യണം. ഇതൊക്കെ അവനെ ഭയപ്പെടുക എന്നതിന്റെ പരിധിയിൽ വരുന്നതാണ്. എന്തുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ഭയപ്പെടണം? വലഹു മാഫിസ് സമാവാതി വമാ ഫിൽ അർളി, ആകാശങ്ങളിലും ഭൂമിയിലുള്ളതെല്ലാം അള്ളാഹുവിന് അവകാശപ്പെട്ടതാണ്. ലോകത്തുള്ള എല്ലാം അവന്റെ സൃഷ്ടികളാണ്, അവനാണ് അവകളെല്ലാം സംവിധാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവയുടെ വിഷയത്തിൽ എന്തു തീരുമാനമെടുക്കാനും ഫൈനൽ അതോറിറ്റി അള്ളാഹു തന്നെയാണ്. വലഹുദ്ദീനു വാസിബ, അവന് മാത്രമാണ് എല്ലാ അർത്ഥത്തിലുമുള്ള എല്ലാ സമയത്തുമുള്ള അനുസരണം, പൂർണ്ണമായ അനുസരണം. അനുസരിക്കാൻ പലരോടും നിർദ്ദേശമുണ്ട്, പക്ഷേ ആ അനുസരണത്തിലെല്ലാം ചില കാര്യങ്ങളും അതേപോലെ തന്നെ ചില വ്യവസ്ഥകളുമൊക്കെ പാലിക്കപ്പെടേണ്ടതുണ്ടാകും. എന്നാൽ അള്ളാഹു നമ്മളോടൊരു സംഗതി കൽപ്പിച്ചാൽ ആ കൽപ്പിച്ച സംഗതിയെ പൂർണ്ണമായി അനുസരിക്കുക, പൂർണ്ണമായി അംഗീകരിക്കുക എന്നതല്ലാത്ത മറ്റൊരു ഓപ്ഷനും അവിടെയില്ല. അതുകൊണ്ടാണ് വലഹുദ്ദീനു, അള്ളാഹുവിന് മാത്രമാണ് അനുസരണം, കൽപ്പനകൾ സ്വീകരിക്കൽ അവന്റേത് മാത്രമാണ്. അതേ സമയത്ത് നമ്മൾ മാതാപിതാക്കൾക്ക് അനുസരിക്കുന്നുണ്ട്, പ്രവാചകന്മാർക്ക് അനുസരിക്കുന്നുണ്ട്, മറ്റു പലർക്കും അനുസരിക്കുന്നുണ്ട്. ആ അനുസരണമൊക്കെ അവരെ അനുസരിക്കണമെന്ന് അള്ളാഹു തആല പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ അവരെ അനുസരിക്കുന്നത് വാസ്തവത്തിൽ അള്ളാഹുവിനെ അനുസരിക്കലാണ്. അവന്റെ കൽപ്പനക്കോ അവന്റെ തീരുമാനത്തിനോ വിരുദ്ധമായിട്ട് മറ്റൊരാളെയും അനുസരിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു നിങ്ങൾ പറഞ്ഞല്ലോ, ലാ ത്വാഅത ലിമഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്, പടച്ചവന് എതിരാകുന്ന വിഷയത്തിൽ ഒരു പടപ്പിനെയും അനുസരിക്കാൻ പാടില്ല തന്നെ. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത് വലഹുദ്ദീനു വാസിബ, എല്ലാ കാലത്തും സ്ഥിരമായി അനുസരണം അള്ളാഹുവിന് മാത്രമാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു അഫഗൈറല്ലാഹി തത്തഖൂൻ. അപ്പൊ ഇതാണ് കാര്യങ്ങളുടെ കിടപ്പെങ്കിൽ പിന്നെ ആ അള്ളാഹു അല്ലാത്തവരെ നിങ്ങൾ സൂക്ഷിക്കുകയാണോ, അല്ലെങ്കിൽ അവരെ നിങ്ങൾ ഭയപ്പെടുകയാണോ? അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് എതിരായി വേറെ ഏതെങ്കിലും ആളുകളുടെ കൽപ്പന സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ എന്തിനു മുന്നോട്ട് പോകണം? നിങ്ങളെ ഇല്ലായ്മയിൽ നിന്ന് പടച്ചതും നിങ്ങളുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതും നിങ്ങൾ അനുസരിക്കാൻ കടമപ്പെട്ടതുമൊക്കെ അള്ളാഹുവിനല്ലേ. അതുകൊണ്ട് ആ അള്ളാഹുവിനെ തന്നെയാണ് നിങ്ങൾ സൂക്ഷിക്കേണ്ടത്. അവന്റെ നിയമങ്ങളാണ് നിങ്ങൾ നടപ്പാക്കേണ്ടത്, അവന്റെ കൽപ്പനകളാണ് നിങ്ങൾ നെഞ്ചേറ്റേണ്ടത്. അവൻ വിരോധിച്ച കാര്യങ്ങളെ ഒഴിവാക്കാനുള്ള നിർബന്ധ ബുദ്ധിയാണ് നിങ്ങൾ കാണിക്കേണ്ടത് എന്നാണ് അള്ളാഹു തആല സൂചിപ്പിക്കുന്നത്. എന്നിട്ട് അള്ളാഹു തആല അത് ഒന്നുകൂടി ശക്തിപ്പെടുത്തുകയാണ്, വമാ ബിക്കും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, നിങ്ങളിലുള്ള ഏത് അനുഗ്രഹമാവട്ടെ അത് അള്ളാഹുവിൽ നിന്നുള്ളതാകുന്നു. അഥവാ നിങ്ങൾക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങൾ ഉണ്ടായാലും ആ അനുഗ്രഹങ്ങൾ മുഴുവനും പടച്ച തമ്പുരാൻ നൽകിയതാണ്. ഭൗതിക ലോകത്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളായാലും കൊള്ളാം, പാരത്രിക ജീവിതത്തിൽ നിങ്ങളെ കാത്തിരിക്കുന്ന അനുഗ്രഹങ്ങളായാലും കൊള്ളാം, അതെല്ലാം തന്നെ യജമാനനായ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിട്ടും അവൻ സഹായിച്ചിട്ടുമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അല്ലാഹു തആല നൽകണ്ട എന്ന് തീരുമാനിച്ചാൽ നിങ്ങൾക്കൊരു അനുഗ്രഹം ചെയ്തു തരാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല തന്നെ. ഇതാണ് ബഹുമാനപ്പെട്ട ഖുർആൻ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. വമാ ബിക്കും മിൻ നിഅമത്തിൻ, നിങ്ങളിലുള്ള ഏതൊരു അനുഗ്രഹവും ഫമിനല്ലാഹ്, അത് അള്ളാഹുവിൽ നിന്ന് മാത്രമാണ്. അഥവാ അനുഗ്രഹദാതാവ് അള്ളാഹുവാണ്. ഏതൊക്കെ വിധത്തിലുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചാലും ആരിൽ നിന്ന് ലഭിച്ചാലും അയാളിലേക്ക് ആ അനുഗ്രഹം എത്തിച്ചതും അത് നമുക്ക് കൈമാറാൻ അദ്ദേഹത്തിന്റെ മനസ്സ് പാകപ്പെടുത്തിയതും അയാളിൽ നിന്ന് സ്വീകരിക്കാൻ പറ്റും വിധത്തിൽ നമ്മുടെ ജീവിതത്തെ അല്ലാഹു തആല ക്രമീകരിച്ചതുമൊക്കെ പടച്ചവന്റെ അനുഗ്രഹമാണ്. അതുകൊണ്ട് ബാഹ്യമായി ചില അനുഗ്രഹദാതാക്കളെ നമുക്ക് പറയാമെങ്കിലും ആത്യന്തികമായി ആ അനുഗ്രഹങ്ങളുടെ ഒന്നും ക്രെഡിറ്റ് അവർക്കല്ല, മറിച്ച് അള്ളാഹുവിനാകുന്നു. അതുകൊണ്ട് സുമ്മൈദാ മസ്സക്കുമുന്നുറു, ഇതാണ് കാര്യങ്ങളുടെ കിടപ്പ്. എന്നാൽ നിങ്ങളുടെ കൂട്ടത്തിൽ ചിലരുടെ നിലപാടെന്താ? സുമ്മൈദാ മസ്സക്കുമുന്നുറു, എന്നിട്ട് പിന്നീട് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് നിങ്ങളെ പിടികൂടിയാൽ ഫൈലൈഹി തജ്അറൂൻ, അവനിലേക്ക് മാത്രമാണ് നിങ്ങൾ അഭയം പ്രാപിക്കുന്നതും അവനോടാണ് നിങ്ങൾ അത് ഒഴിവാക്കി തരാൻ വേണ്ടി ആവശ്യപ്പെടുന്നതും
വിഷമങ്ങൾ വരുന്ന സമയത്ത്, പ്രതിസന്ധികൾ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ആ അള്ളാഹുവിനെ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, വിളിക്കുന്നത്, അവനോട് മാത്രമാണ് നിങ്ങൾ സഹായം തേടുന്നത്. എന്നാലോ അതങ്ങ് കഴിഞ്ഞിട്ട് പിന്നീട് ബഹുമാനപ്പെട്ട ഖുർആൻ തുടർന്ന് പറയാണ്, സുമ്മൈദാ കശഫന്നുറാൻകും, പിന്നീട് നിങ്ങളെ തൊട്ട ബുദ്ധിമുട്ടിനെ അല്ലാഹു തആല നീക്കി തന്നാൽ ഇദാ ഫരീഖും മിൻകും ബിറബ്ബിഹിം യുശ്രികൂൻ, നിങ്ങളിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ അവരുടെ നാഥനെ കൊണ്ട് പങ്കാളികളെ സ്ഥാപിക്കുന്നു. ഏതൊരു വിഷമം വന്നാലും ആ വിഷമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇവിടെ അല്ലാഹ്ക്കേ നമ്മളെ സഹായിക്കാൻ സാധിക്കൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ ആ വിഷമത്തിൽ നിന്ന് നിങ്ങളങ്ങ് രക്ഷപ്പെട്ട് കഴിഞ്ഞാലോ ഈ വിഷമത്തിൽ നിങ്ങളെ രക്ഷപ്പെടുത്തിയ അള്ളാഹുവിനെ നിങ്ങൾ മറക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, നിങ്ങൾ കണ്ട കുറെ സാധനങ്ങളെ ദൈവങ്ങളാണെന്ന് പറഞ്ഞ് അവകൾക്ക് പൂജിക്കുന്നു, അവകളോട് സഹായം തേടുന്നു. ഇത് ശരിയായ നിലപാടല്ല. അനുഗ്രഹങ്ങളുടെ മുഴുവനും ഉടമസ്ഥൻ അള്ളാഹുവാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും അവനെ മാത്രമേ ആരാധിക്കൂ എന്ന് തീരുമാനമെടുക്കുകയും വേണം. അപ്പൊ പിന്നെ അവൻ വെച്ച സഹായങ്ങളും സംവിധാനങ്ങളും എന്ന നിലക്ക് അവന്റെ സൃഷ്ടികളെ അപ്രോച്ച് ചെയ്യുക എന്ന് പറയുന്ന സംഗതി അതിനെതിരല്ല. കാരണം ആ സൃഷ്ടികളെ അപ്രോച്ച് ചെയ്യുമ്പോഴും ഇത് അള്ളാഹു വെച്ച കാരണം എന്ന നിലക്കാണ് ഞാൻ ഇതിനെ സമീപിക്കുന്നത് എന്ന കാഴ്ചപ്പാട് അവിടെയുണ്ട്. അള്ളാഹു വെച്ച കാരണം ഭൗതികമാകാം, അഭൗതികമാകാം. രണ്ട് നിലക്കുള്ള കാരണങ്ങളെ നമുക്ക് അപ്രോച്ച് ചെയ്യുകയും ചെയ്യാം. പക്ഷെ ഏത് കാരണത്തെ അപ്രോച്ച് ചെയ്താലും ആ കാരണങ്ങളെല്ലാം അള്ളാഹു സംവിധാനിച്ചതാണ് എന്ന അർത്ഥത്തിൽ മാത്രമേ അതിനെ കാണാവൂ. ഇപ്പൊ മരുന്ന് കുടിച്ചാൽ രോഗം മാറും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ രോഗം വരുന്ന ആളുകൾ മരുന്ന് ഉപയോഗിക്കുന്നു, മെഡിസിൻ കഴിക്കുന്നു. എന്നാൽ ആ മെഡിസിൻ കഴിക്കുമ്പോൾ മെഡിസിൻ എന്നതൊരു കാരണമായി അള്ളാഹു വെച്ചതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ രോഗം മാറൽ എന്ന കാര്യം അത് ഉണ്ടാക്കുന്നവൻ അള്ളാഹുവാണ് എന്നവൻ വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ രോഗം വരുന്ന ആള്, പ്രയാസങ്ങൾ ഉണ്ടാവുന്ന ആള്, ഇതിൽ നിന്ന് എനിക്ക് രക്ഷ കിട്ടാൻ നിങ്ങളൊന്ന് അള്ളാഹുവിനോട് റെക്കമെൻഡ് ചെയ്യണം എന്ന് മഹാന്മാര് മുഖേന അവർ ആവശ്യപ്പെടുന്നു. ആ മഹാന്മാർ അതിനുള്ള കാരണങ്ങളാണെന്ന് അവർ വിശ്വസിക്കുന്നു. അതിനൊരു കുഴപ്പമില്ല. അള്ളാഹുവിനോട് മാത്രമാണ് ഏത് വിഷമത്തിലും നമ്മൾ ബന്ധപ്പെടേണ്ടത് എന്ന് പറഞ്ഞതിനെതിരല്ല രോഗം വന്നപ്പോൾ ഡോക്ടറെ സമീപിച്ചതും അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ മഹാന്മാരോട് പറഞ്ഞതും. അത് പറയുന്ന ആളുടെ മനോഭാവം എന്താണ് എന്നതാണ് വിഷയം. അപ്പൊ പറയുന്നയാളുടെ മനോഭാവം ഇതിന്റെയൊക്കെ യഥാർത്ഥ ഉടമസ്ഥൻ അള്ളാഹുവാണ്. പക്ഷെ അള്ളാഹു ഇങ്ങനൊരു കാരണം വെച്ചതാണ്, അതുകൊണ്ട് ആ കാരണം ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിനെ അവഗണിക്കലല്ല, മറിച്ച് അള്ളാഹുവിനെ പരിഗണിക്കൽ തന്നെയാണ്. കാരണം അള്ളാഹു മുസബ്ബിബുൽ അസ്ബാബ് ആണ്, കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യമുണ്ടാക്കുന്നവനാണ്. എങ്കിൽ അള്ളാഹുവാണ് ഇതിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ, കഴിവും കാര്യവും അവനാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അവൻ വെച്ച കാരണങ്ങളെ അപ്രോച്ച് ചെയ്യുന്നത് അത് അള്ളാഹുവിൽ പങ്കുചേർക്കലോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക് ഈ കാരണങ്ങളെ പ്രതിഷ്ഠിക്കലോ അല്ല. ഇത് തിരിയാത്തതിന്റെ പേരിൽ മുസ്ലിമീങ്ങൾക്ക് നേരെ ശിർക്കാരോപിക്കുന്ന ചില അല്പജ്ഞാനികൾ നമ്മുടെയൊക്കെ നാടുകളിലുണ്ട് എന്നത് ദുഃഖത്തോടെ നമ്മൾ ഓർക്കേണ്ടതും ഉണ്ട്. നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറഞ്ഞ ആശയം സ്ഥിരീകരിക്കുന്നുണ്ട്. എന്താണ്? അതായത് നിങ്ങൾക്കൊരു വിഷമം വന്നാൽ ആ വിഷമത്തിന്റെ സമയത്ത് നിങ്ങൾ അള്ളാഹുവിലേക്ക് അഭയം തേടും, എന്നിട്ട് ആ വിഷമം അല്ലാഹു തആല നീക്കി തന്നാൽ ഇദാ ഫരീഖും മിൻകും ബിറബ്ബിഹിം യുശ്രികൂൻ, നിങ്ങൾ എന്നൊരു കൂട്ടം ആളുകൾ അവരുടെ നാഥനോട് പങ്കാളികളെ സ്ഥാപിക്കും. ഇത് അല്ലാഹു തആല ഖുർആനിൽ തന്നെ സൂറത്തുൽ അൻകബൂത്തിന്റെ 65, 66 സൂക്തങ്ങൾ അതിൽ അല്ലാഹു തആല പറയുന്നത് കാണാം. ഫൈദാ റകിബൂ ഫിൽ ഫുൽകി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഫലമ്മാ നജ്ജാഹും ഇലൽ ബർരി ഇദാ ഹും യുശ്രികൂൻ ലിയക്ഫുറൂ ബിമാ ആതൈനാഹും വലിയതമത്തഉ ഫസൗഫ യഅലമൂൻ. അല്ലാഹു പറയാണ് ഫൈദാ റകിബൂ ഫിൽ ഫുൽകി, അവർ കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ കാറ്റും കോളും നിറഞ്ഞ അന്തരീക്ഷം വരികയും കടൽ പ്രക്ഷുബ്ധമാവുകയും ഒക്കെ ചെയ്യുമ്പോ ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, ആത്മാർത്ഥമായി അവർ അള്ളാഹുവിനെ വിളിക്കും. എന്നാലോ ഫലമ്മാ നജ്ജാഹും ഇലൽ ബർരി, കരയിലേക്ക് അവരെ അള്ളാഹു രക്ഷപ്പെടുത്തിയാൽ ഇദാഹും യുശ്രികൂൻ, അവർ വീണ്ടും മുശ്രിക്കുകളായി മാറും എന്ന് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു. അതായത് ആരാധന അള്ളാഹു അല്ലാത്തവർക്ക് സമർപ്പിക്കുക എന്ന അപകടം ചെയ്യും. അതൊരിക്കലും തന്നെ മുസ്ലിമീങ്ങൾ ചെയ്യുന്നില്ല. മുസ്ലിമീങ്ങൾ വിഷമം വന്നപ്പോഴും അല്ലാത്തപ്പോഴൊക്കെ അവന്റെ ഇഷ്ടദാസന്മാരെ സമീപിച്ച് ഇസ്തിഗാസ നടത്തിയാൽ, അല്ലെങ്കിൽ രോഗം വന്ന ഒരാൾ രോഗം വന്നപ്പോൾ ഒരു ഡോക്ടറോട് സഹായം തേടിയാൽ, ഈ രണ്ട് സ്ഥലത്തും ഭൗതിക കാരണമാവട്ടെ ആത്മീയ കാരണമാവട്ടെ ഇത് രണ്ടും
അള്ളാഹുവാണ് അതിന്റെ ഒക്കെ പിന്നിൽ കാര്യങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന വിശ്വാസത്തോടെ അല്ലാതെ ഇതിന്റെ യഥാർത്ഥ ഉടമ ഇവരാണ് എന്ന അർത്ഥത്തിൽ ഒരു മുസ്ലിമും അള്ളാഹു അല്ലാത്ത ആരെയും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അവകൾക്കൊന്നും ആരാധിക്കപ്പെടാൻ അർഹതയുണ്ടെന്ന് വിശ്വസിക്കുന്നുമില്ല. എന്നാൽ മുശ്രിക്കുകൾ അള്ളാഹു അല്ലാത്തവർക്ക് ആരാധിക്കപ്പെടാൻ അർഹതയുണ്ടെന്ന് വിശ്വസിച്ചവരായിരുന്നു. ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ നേരത്തെ സൂറത്തുൽ അൻകബൂത്തിന്റെ 65-ാമത്തെ ആയത്ത് വിശദീകരിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാം. ഇക്രിമത്ത് ബിൻ അബീ ജഹൽ റളിയല്ലാഹു അൻഹു, അബൂജഹലിന്റെ മകൻ ഇക്രിമ നേരത്തെ നബിതങ്ങളുടെ കടുത്ത വിരോധിയും എതിരാളിയും വിമർശകരും ഒക്കെയാണ്. പക്ഷേ മക്കം ഫതഹുണ്ടായി, അഥവാ മക്ക മുസ്ലിമീങ്ങൾ കീഴടക്കി, ഇസ്ലാമിക് റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെട്ടു. അങ്ങനെ മക്കം ഫതഹുണ്ടായപ്പോൾ അദ്ദേഹം മക്കയിൽ നിന്ന് നബിതങ്ങളുടെ എതിരാളി എന്ന നിലക്ക് എന്നെ കയ്യിൽ കിട്ടിയാൽ എന്തെങ്കിലുമൊക്കെ ചെയ്തേക്കുമോ എന്ന നിലക്ക് അയാൾ ഓടി. ഇക്രിമത്ത് ബിൻ അബീ ജഹൽ എന്നവർ ഓടിയിട്ട് കപ്പലിൽ കയറിയിട്ട് എത്യോപ്യയിലേക്ക് യാത്ര ചെയ്യലായിരുന്നു ഉദ്ദേശം. അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടക്ക് കടലിൽ കപ്പൽ ഇങ്ങനെ ഇളകാൻ തുടങ്ങി, അഥവാ കാറ്റും കോളും നിറഞ്ഞ അന്തരീക്ഷമുണ്ടായി. അപ്പൊ കപ്പലിലുള്ള ആളുകൾ ഇങ്ങനെ പറയാൻ തുടങ്ങി, യാ ഖൗം, ഓ ജനങ്ങളെ, അഖ്ലിസൂ ലി റബ്ബികുമുദ് ദുആ, നിങ്ങളുടെ നാഥനെ നിങ്ങൾ ആത്മാർത്ഥമായി വിളിക്കണം. കാരണം ഫഇന്നഹു ലാ യുൻജിഹാഹുനാ ഇല്ലാ ഹുവ, ഇവിടെ അവനല്ലാതെ രക്ഷപ്പെടുത്താൻ വരില്ല, അതുകൊണ്ട് നിങ്ങൾ അവനെ ആത്മാർത്ഥമായിട്ട് വിളിക്കണം എന്ന് അവർ പറഞ്ഞു. ഇത് പറഞ്ഞപ്പോ ഫഖാല ഇക്രിമ എന്നവർ പറഞ്ഞു, വല്ലാഹി ഇൻ കാന ലാ യുൻജി ഫിൽ ബഹരി ഗൈറുഹു ഫഇന്നഹു ലാ യുൻജി ഗൈറുഹു ഫിൽ ബർരി അയ്ളൻ. കടലിൽ അല്ലാഹു അല്ലാതെ രക്ഷപ്പെടുത്താൻ ആരുമില്ലെങ്കിൽ കരയിലും അല്ലാഹു തആല തന്നെ രക്ഷപ്പെടുത്തുകയുള്ളൂ. അതുകൊണ്ട് അല്ലാഹുമ്മ ലക അലയ്യ അഹദുൻ ലഇൻ ഖറജതു ലഅദ്ഹബന്ന ഫലഅഅന്ന യദയ്യ ഫീ യദി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫലാ അജിദന്നഹു റഊഫർ റഹീമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചൂണ്ടിയിട്ട് സൂചിപ്പിച്ചുകൊണ്ട് ഇക്രിമ എന്നവർ പറഞ്ഞു, കടലിൽ രക്ഷപ്പെടുത്തുന്നത് അല്ലാഹു ആണെങ്കിൽ കരയിലും അവൻ തന്നെയാണ് രക്ഷപ്പെടുത്തുക. അതുകൊണ്ട് കരയിലും അവനെ തന്നെയാണ് ആരാധിക്കേണ്ടത്. അതുകൊണ്ട് പടച്ചോനെ, ഞാൻ നിന്നോടൊരു കരാർ ചെയ്യുന്നു. എന്താണ്? ഈ കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ട് ഭൂമിയിൽ സുരക്ഷിതനായിട്ട് എനിക്ക് എത്താൻ പറ്റിയാൽ ഞാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു തങ്ങളുടെ അടുത്ത് പോവുകയും എന്റെ കൈകളെ മുഹമ്മദ് നബി സല്ലല്ലാഹു തങ്ങളുടെ കൈകളിൽ വെച്ച് ആ നബി തങ്ങളെ എന്നെ സ്വീകരിക്കുന്ന, എനിക്ക് പുറത്തു തരുന്ന, എനിക്ക് മാപ്പ് നൽകുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുമെന്ന് പറയുകയും അദ്ദേഹം അതേപോലെ നബി തങ്ങളുടെ അടുത്തൊന്ന് വിശ്വാസിയാവുകയും പിന്നീട് ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോരാളിയായി മാറുകയും ചെയ്തു എന്നത് ചരിത്രം. അപ്പോ മക്കത്തെ മുശ്രിക്ക് ഉൾപ്പെടെ മുശ്രിക്കുകളുടെ പൊതുവായ സ്വഭാവം, വിഷമം വരുമ്പോൾ അവർ അള്ളാഹു അല്ലാത്ത ദൈവങ്ങളൊക്കെ തൽക്കാലം മാറ്റിവെച്ച് പടച്ചോനെ എന്ന് വിളിക്കും. എന്നാൽ വിഷമം മാറിയ വീണ്ടും അവർ ശിർക്കിലേക്ക് തന്നെ മടങ്ങും. എന്തിനാണ് ആ ശിർക്കിലേക്ക് അവർ മടങ്ങുന്നതിൽ? യക്ഫുറു ബിമാ ആതൈനാഹും, നാം അവർക്ക് നൽകിയതിനെ അവർ നിഷേധിക്കുന്നതിനു വേണ്ടി. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ അവർ നിഷേധിക്കുന്നത് കൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. ഫതമത്തഉ, അതുകൊണ്ട് പടച്ചവൻ പറയാണ്, നിങ്ങൾ സുഖിച്ചോളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ ഉപയോഗപ്പെടുത്തി നിങ്ങൾ സുഖം ആസ്വദിച്ചോളൂ. പക്ഷേ അതിനൊരു കാലാവധിയുണ്ട്. ഫസൗഫ തഅലമൂൻ, നിങ്ങൾ പിന്നീട് അറിയും എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്ന്. അതുകൊണ്ട് അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചും നിയമങ്ങൾ ശ്രദ്ധിച്ചും അവനെ മാത്രം ആരാധിക്കുക എന്ന ശൈലി മുറുകെ പിടിച്ച് ജീവിക്കണം. അള്ളാഹു അല്ലാത്ത മറ്റൊരു ദൈവത്തെ നിങ്ങൾ സ്ഥാപിക്കരുത്. അള്ളാഹു അല്ലാത്ത ദൈവത്തെ സ്ഥാപിച്ചുകൊണ്ട് ആ ദൈവങ്ങളെ ആരാധിക്കുന്ന ശൈലി സ്വീകരിക്കുകയാണെങ്കിലും അള്ളാഹു തആല നിങ്ങൾക്ക് ദുനിയാവിൽ കുറച്ചൊക്കെ സൗകര്യങ്ങളും സന്തോഷങ്ങളും ഒക്കെ തരും, അത് നിങ്ങൾ അനുഭവിച്ചോളൂ. പക്ഷേ ഈ അനുഗ്രഹങ്ങൾ അനുഭവിച്ച് നിങ്ങൾ അവനെ ധിക്കരിച്ച് അവന് തീരെ വെറുപ്പുള്ള അള്ളാഹു അല്ലാത്ത ആരാധ്യനുണ്ട് എന്ന വാദം ഉന്നയിച്ച് കഴിഞ്ഞാൽ അതിന്റെ ദുരന്ത ഫലം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. അതാണ് ഫസൗഫ തഅലമൂൻ, പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് പറഞ്ഞത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.